അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ ശാസ്ത്രം നമ്മുടെ സമൂഹത്തിൽ എത്തിക്കാൻ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ കുട്ടികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. വിദ്യാഭ്യാസമാണ് മനുഷ്യനെ അറിവുള്ളവരാക്കിയല്ല, യുക്തിപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ പ്രാപ്തരാക്കേണ്ടത്, ബോധ്യമുള്ളവരാക്കേണ്ടത്. പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നോക്കുക, പൊതുവിൽ ശാസ്ത്രബോധത്തിലും രാഷ്ട്രീയ ബോധത്തിലുമൊക്കെ വളരെ മുന്നിലുള്ളൊരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടന്നിട്ടുള്ള ഒരു നാടാണ്. എന്നിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം ഉള്ളടക്കം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രബോധത്തിന് സഹായിക്കുന്നതല്ല. അത് അതിൻ്റെ കണ്ടൻ്റാകട്ടെ, അതിന് വീതിച്ചു കൊടുത്തിട്ടുള്ള പീരീഡുകളാകട്ടെ, പരീക്ഷാ രീതിയാകട്ടെ, ഒന്നും അല്ല. ഇപ്പോൾ സയൻസ് പഠിക്കാനായിട്ട് യഥാർത്ഥത്തിൽ വളരെ കുറച്ച് പീരീഡുകൾ മാത്രമേ നീക്കി വെച്ചിട്ടുള്ളൂ. ആ പീരീഡിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന, അതേസമയത്ത് ആ തീർക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വലിയ, കാരണം നമുക്ക് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഉണ്ടാക്കേണ്ട ലക്ഷ്യമാണുള്ളത്, അല്ലെങ്കിൽ പരീക്ഷ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ ഏറെ വിവരങ്ങൾ കുത്തി നിറയ്ക്കുകയാണ്. അപ്പോൾ വിഷയത്തെ ബോധ്യപ്പെടുന്നതിന് പകരം ഓർമ്മിച്ച് വെപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ക്ലാസ് മുറികളിൽ നടക്കുന്നത്. വിഷയം ആകുന്നില്ല. ആ രീതി മാറണം. ഏത് വിഷയമാണെങ്കിലും കുറച്ചാണെങ്കിലും അത് ബോധ്യമായിട്ട് പരിണമിക്കുന്ന രീതിയിലുള്ള കുറച്ചുകൂടി പരീക്ഷണങ്ങൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുട്ടികളുടെ ചിന്തയെ വളർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ. പലപ്പോഴും നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും ഈ പരീക്ഷയെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി പരീക്ഷ തന്നെ എന്താണ്? നമുക്ക് ഓർമ്മ പരീക്ഷകളാണ്. പഠിച്ചത് അത് PC പരീക്ഷയാണെങ്കിലും എക്സാമിനേഷൻ ആണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ചില വിവരങ്ങൾ ഓർത്ത് വെച്ച് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല വേണ്ടത്. ആ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു അതിനോടുള്ള കുട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്ന രീതി. അപ്പോഴാണ് കുട്ടി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾക്കായിരിക്കും ചിന്തിക്കുകയും അതുപോലെ തന്നെ പരന്ന വായന പരിശോധിക്കുന്ന കുട്ടിയുടെ ഒരു വിപുലമായ വായനയൊക്കെ പരിശോധിക്കുന്ന രീതിയിലായിരിക്കണം എക്സാമിനേഷൻ. പക്ഷേ നമ്മളുടെ പരീക്ഷാ രീതി ആവശ്യപ്പെടുന്നത് പാഠപുസ്തകത്തിനപ്പുറത്ത് ഒരു വായനയും കുട്ടി നടത്തിക്കൂടാ, അപ്പോൾ മാർക്ക് കുറയും എന്നുള്ളതാണ്. മൊത്തത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉള്ളടക്കത്തിൽ പ്രശ്നമുണ്ട്. മറ്റൊന്ന് കൂടത്തിൽ തന്നെ പറയേണ്ടതാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഘടനാപരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 70% നടത്തുന്നത് മതസ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ്. അത് ബിസിനസ് ഒന്നുകിൽ വാണിജ്യ താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ മതപരമായ താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതിനെ ഒരു സയൻറ്റിഫിക് ചിന്തയായിട്ട് അതിനെ സംക്രമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും താല്പര്യമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണ്. കേരളത്തിലെ പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ശാസ്ത്രീയ ചിന്ത നന്നായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞർ പോലും അവർ എന്ത് ചെയ്യുമ്പോഴും പലപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഭീതി, ആത്മവിശ്വാസം ഇല്ലായ്മയാണ്. നമ്മൾ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് മറ്റു വിഷയത്തിൽ ആ ധാരണ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് എഞ്ചിനീയറിംഗ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ ഒന്നും വളരെ പരിമിതമായ ധാരണയായിരിക്കും, അടിസ്ഥാന വിവരങ്ങൾ പോലും ഉണ്ടാവണമെന്നില്ല. നേരെ തിരിച്ച്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു പ്രവണത എന്താ, നമുക്കറിയുന്ന കാര്യങ്ങളിൽ സയൻസ് അപ്ലൈ ചെയ്യും, അറിയാത്ത കാര്യങ്ങളിൽ വിശ്വാസം അപ്ലൈ ചെയ്യും. അപ്പോൾ വിശ്വാസം നമ്മൾ കൂടെ കൊണ്ടു കിടക്കുന്നതാണ്. ആ വിശ്വാസത്തെ കൈയൊഴിയാനായിട്ട് പലപ്പോഴും തയ്യാറില്ല. പക്ഷേ ഇതിൽ നിന്ന് മറികടക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. വളരെ വിശാലമായിട്ട് ഏത് മേഖലയിലെയും ശാസ്ത്രീയമായ അറിവിനെ അന്വേഷിക്കുകയും ശാസ്ത്രത്തിൻ്റെ രീതി പ്രയോഗിക്കണമെന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നത് സയൻസ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ റോക്കറ്റിൻ്റെ ടെക്നോളജിയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് സയൻസ് അപ്ലൈ ചെയ്യും. പക്ഷേ വിക്ഷേപിക്കുമ്പോഴത്തേക്ക് മനസ്സിൽ കിടക്കുന്നത് ഇത് ശരിയാവുമോ എന്നുള്ള, ഇത് കാലാവസ്ഥ ശരിയാവുമോ, ഇപ്പോൾ കാലാവസ്ഥയുടെ ശാസ്ത്രം അയാൾക്കറിയില്ല. അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് വിശ്വാസം കൂടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഒരു സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കണക്കുകളിലെടുക്കാം. ശാസ്ത്രബോധം വളർത്തിക്കൊണ്ട് മാത്രമേ അതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ
ആ, നവീകരണത്തിന് എന്തായാലും ഒരു ശാസ്ത്രീയമായ ചിന്താധാര തന്നെയാണ് ആവശ്യം. ആ അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ 51 വകുപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രബോധം വളർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ്. പക്ഷെ നമ്മളത് പ്രയോഗിക്കുന്നില്ല. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി രാഷ്ട്രശില്പി നെഹ്റുവാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചത്. ഇപ്പോൾ ബെർട്രാൻഡ് റസ്സലൊക്കെ സയൻറ്റിഫിക് ഔട്ട്ലുക്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു വാക്കിനെ നിർവചിക്കുകയും പ്രയോഗിക്കുകയും അതിനെ നിർവചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒന്നും മുഖവിലക്കെടുക്കാതിരിക്കുക, സംശയത്തോട് കൂടിയിട്ട് വീക്ഷിക്കുക, ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകത്തിൽ റിലീജിയൻ ആൻഡ് സയൻസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സയൻസ് ഒരു ചിന്താരീതിയായിട്ട് സമൂഹത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രത്തിൻ്റെ ആ രീതി, അത് കേവലം സാങ്കേതികവിദ്യ മാത്രമല്ല, അറിവും അതിൻ്റെ ചിന്തയും രീതിയും ഒക്കെ തന്നെ സമൂഹം സ്വീകരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പോൾ ഈ നെഹ്റുവിൻ ചിന്തകൾക്ക് ഒരു തുടർച്ച ഉണ്ടായില്ല. നെഹ്റുവിൻ ചിന്തകളുടെ തുടർച്ചയാണ് ഇന്ത്യയിലെ ശാസ്ത്രരംഗത്ത് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചതിലൊക്കെ നെഹ്റുവിൻ്റെ സംഭാവനകൾ വളരെ വലുതാണല്ലോ. മാത്രമല്ല, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല സയൻറ്റിസ്റ്റുകളും ഈ ശാസ്ത്രബോധം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാകണമെന്ന് വാദിച്ചിരുന്നു. അവരുടെയൊക്കെ പ്രേരണ മൂലമാണ് 1975 അടിയന്തരാവസ്ഥക്കാലത്താണ് ഈ 51 വകുപ്പ് കൂട്ടിച്ചേർത്തത്. പക്ഷേ അത് അവിടെ കിടന്നേ ഉള്ളൂ, 8 പശുവായിട്ട് അവിടെ കിടന്നേ ഉള്ളൂ. പിന്നീട് 1981 മുട്ടിയിൽ കുർണൂൽ അവിടെ സയൻറ്റിസ്റ്റുകൾ ഒത്തുചേർന്നിട്ട് എന്തുകൊണ്ട് ഭാരതത്തിൽ ശാസ്ത്രബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ള ആലോചനകളൊക്കെ കടന്നിരുന്നു. പക്ഷെ വീണ്ടും കാലം മാറി 2011 ആയപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ശാസ്ത്രജ്ഞന്മാർ കൂടി അവിടെയാണ് പാലംപൂര്, ഹിമാചൽ പ്രദേശിലെ ഒരു പ്രഖ്യാപനം തയ്യാറാക്കി സയൻറ്റിഫിക് ടെമ്പർ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും അതൊരു മാസ് മൂവ്മെൻ്റ് ആകുന്നില്ല. കാരണം അത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം, വിശ്വാസത്തിൻ്റെ സ്വാധീനം അതിശക്തമാണ്. കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇത് രണ്ടും വളരെ നിർണായകമാണ്. അതുകൊണ്ട് നെഹ്റുവിൻ്റെ തന്നെ പരിമിതി അത് തന്നെയായിരുന്നു. നെഹ്റു ശാസ്ത്രബോധത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടയാളാണ്, പല പുരോഗമനപരമായ ചിന്തകൾക്കും വേണ്ടി നിലകൊള്ളുന്നതാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അതിനുവേണ്ടി നിലകൊണ്ടിരുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും അതിനോട് യോജിച്ചിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതാണ് പ്രധാനപ്പെട്ടത്. നെഹ്റുവിൻ്റെ ആ ചിന്തകൾക്ക് ഒരു തുടർച്ച ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.